പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. തിരുവനന്തപുരം കോടതി ഇപ്പോൾ ജാമ്യാപേക്ഷ നിരസിച്ചിരിക്കുകയാണ്. അപേക്ഷ തള്ളിയിരിക്കുകയാണ്. അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. വളരെ സുപ്രധാനമായ വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. ഇന്നലെയായിരുന്നു ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അതിനുശേഷം കൂടുതൽ തെളിവുകൾ പരിഗണിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് കരുതിയാണ് ഇന്നത്തേക്ക് കോടതി വിധി മാറ്റിയത്. ഇന്ന് രാവിലെ ആയിരുന്നു ആദ്യത്തെ കേസായിട്ട് പരിഗണിച്ചായിരുന്നു. ഉച്ചയ്ക്ക് 12:45 വിധി പ്രസ്താവിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ 2:30-ക്ക് ശേഷമാണ് വിധി പുറത്തു വന്നത്. ആ വിധിക്കകത്ത് രാഹുലിന് അനുകൂലമായിട്ടൊന്നുമില്ല. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന് വമ്പൻ തിരിച്ചടിയാണ് ഇന്ന് കോടതിയിൽ നിന്ന് കിട്ടിയത്. കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയതിന് തൊട്ട് പിന്നാലെ തന്നെ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ആ തീരുമാനം KPCC പ്രസിഡന്റായ സണ്ണി ജോസഫും പിന്നെ മുന്നണിയുടെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശും വ്യക്തമാക്കിയിരിക്കുകയാണ്. വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ന്യായീകരിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പ്രവർത്തകർ നേതാക്കളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും രാഹുലിനെ ഇനി പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. രാഹുലിനെ കൂടുതൽ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കത്തില്ലെന്ന് കോൺഗ്രസിന് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ പരിപൂർണമായി പുറത്താക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മിസ്സിംഗ് ആണ്. മിസ്സിംഗ് എന്നല്ല, ഒളിവിലെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും സുപ്രധാനമായ കാര്യം. അദ്ദേഹത്തിന് എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേസിനകത്ത് ഇന്ന് പുതിയ ഡിജിറ്റൽ തെളിവുകൾ പരിഗണിച്ചിരുന്നു. ഇന്ന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. ആ തെളിവുകൾ കൂടി പരിഗണിച്ചതിന് ശേഷമാണ്, അതിനുവേണ്ടി പ്രത്യേക ഒരു സിറ്റിംഗ് കോടതി നടത്തിയിരുന്നു. അതുകൂടി പരിഗണിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. ഇനി എന്തായാലും ഹൈക്കോടതിയിലേക്ക് പോകുക എന്നൊരു ഓപ്ഷൻ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളൂ. അതിനു മുന്നേ തന്നെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തൊക്കെയാലും രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. രാഹുലിന് വമ്പൻ തിരിച്ചടിയാണ്. പാലക്കാട് എം.എൽ.എക്ക് വമ്പൻ തിരിച്ചടിയാണ്. എം.എൽ.എ. സ്ഥാനം സ്വയമേ ഒഴിയണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ ഓരോരുത്തരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിധി വന്നതിന് ശേഷം മിക്കവാറുമുള്ള എല്ലാ നേതാക്കളും, VD സെക്ഷൻ വെച്ചുള്ള മിക്കവാറുമുള്ള എല്ലാ നേതാക്കളും മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്ത് KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞത് സ്വയമേ ഒഴിയുന്നതായിരിക്കും രാഹുലിന് നല്ലത്. അങ്ങനെ ഒഴിയണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായാലും പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ പാർട്ടിക്കകത്തുള്ള മെമ്പർഷിപ്പിനകത്തുനിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. വളരെ ഗുരുതരമായ കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കാം, വേണമെങ്കിൽ അടുത്ത നിയമസഭ ഇലക്ഷന് മുൻപായിട്ട് രാഹുലിനെ വീണ്ടും തിരിച്ച് പാർട്ടിയിൽ കയറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുലിനെ ജാമ്യാപേക്ഷ തള്ളിയോടെ രാഹുലിനെ പുറത്താക്കിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ മാവ് കോൺഗ്രസ്സുകാരും കോടതി വെട്ടിയിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറയാം. എന്തൊക്കെയാലും തുടർച്ചയായി പീഡന പരാതികൾ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നിലപാട് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വേറെ വാർത്ത വന്നിരുന്നു. 23 വയസ്സുകാരെ പീഡിപ്പിച്ചതിനെ കുറിച്ച്, 23 വയസ്സുകാരെ പീഡിപ്പിച്ചല്ല ബലാത്സംഗം ചെയ്തതിനെ കുറിച്ച്. ആ കേസിനകത്ത് ഇപ്പോൾ കൂടുതൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ആ വ്യക്തിയെ നേരിട്ട് കാണാനും ആ വ്യക്തിയിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി പുറത്തു വന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തുടർച്ചയായി 3 കേസുകളാണ്. ആ കേസിനകത്തൊന്നിനകത്തും ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടുമില്ല. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പരിപൂർണമായി പെട്ടിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറയാം.